ഹലോ, വെൽക്കം ബാക്ക് ടു അഞ്ജലീസ് കറികൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ഉള്ളി ചമ്മന്തി കേട്ടോ. ഇത് ദോശൻ്റെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെയും നല്ല ടേസ്റ്റ് ഉണ്ടാവേ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അത് നമുക്ക് ചുവന്ന മുളകില്ലേ, അത് നമുക്ക് ഒരു 5-6 എടുക്കാം കേട്ടോ. ഓരോരുത്തർ എരിവനുസരിച്ചിട്ട് എടുത്താൽ മതി. അമ്മാണ് ഉണ്ടാക്കണമെന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ചുവന്ന മുളക് ഒന്ന് വെളിച്ചെണ്ണ വെച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം സവോളയൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ. ലൈറ്റ് ബ്രൗൺ ആവാൻ ആവശ്യമില്ല, ഒന്ന് വാടി വന്നാൽ മതി. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുളി എടുക്കുക കേട്ടോ. നമ്മൾ സാമ്പാർക്കിടില്ലേ ആ പുളിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ വരുമ്പോൾ അമ്മ ഉണ്ടാക്കി തരാറുണ്ട് കേട്ടോ. ദോശൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവേ. പട്ടണ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉള്ളി കണ്ട ഇങ്ങനെ വാടി വരണം കേട്ടോ. നമുക്ക് ഉള്ളി വാടി വന്ന ശേഷം ഇനി ഒന്നുമില്ല കേട്ടോ, ഇത് നമുക്ക് അരച്ച് കൊണ്ടുവരാം. മിക്സിയിലെങ്കിൽ മിക്സിയിലോ, അല്ലെങ്കിൽ അമ്മിക്കല്ലിൻ്റെ മുകളിലാണെങ്കിൽ അമ്മിക്കല്ലിൻ്റെ മുകളിൽ കണ്ട. ഇനി നമുക്ക് ആദ്യം മുളക് ഇട്ട് കൊടുക്കാം. മുളകും കുറച്ച് ഉപ്പും നാളികേരം കൂടിയിട്ട് ചേർത്തിട്ട് നമുക്ക് അരച്ച് കൊണ്ടുവരാം. മിക്സിയിലായാലും ആദ്യം മുളക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ അരയ്ക്കുമ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. എത്ര പേർക്ക് ഇഷ്ടം പറയണം കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയാലും കമൻറ്റ് ചെയ്യണേ. അമ്മ നന്നായിട്ട് കറികളൊക്കെ ഉണ്ടാക്കട്ടെ. നാടൻ കറികൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിട്ട് പറ്റിയെങ്കിലും വീഡിയോ എടുക്കുകയാണ്. അരയ്ക്കുമ്പോൾ തന്നെ കുറച്ച് പുളിയും ഉപ്പ് കൂടിയിട്ട് ഇട്ട് കൊടുത്തിട്ട് അരച്ച് കൊണ്ടുവരാം കേട്ടോ. നന്നായിട്ട് അറിയാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി കേട്ടോ. ഇനി സവാള ഉണ്ടല്ലോ, സവാള കൂടി നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അരച്ച് കൊണ്ടുവരാം കേട്ടോ. കണ്ട, നമ്മൾ സവാള ഇട്ട് എടുത്തിട്ടുണ്ട്. പുളി കൂടി പോകാൻ പാടില്ല കേട്ടോ. കുറച്ച് പുളി എടുത്താൽ മതി. പുളി ഇട്ടാൽ കൂടുതലായാൽ വേറെ ടേസ്റ്റ് വരെ കാരണമുണ്ട്. പിന്നെ അരയ്ക്കാന കാരണം കൊണ്ടാണ് കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. മിക്സിയിലായാലും പെട്ടെന്നാവും കേട്ടോ. പക്ഷേ ഈ ടേസ്റ്റ് കിട്ടില്ലല്ലോ. നമുക്കിത് കാച്ചി വയ്ക്കാനോ ഒരാവശ്യമില്ല കേട്ടോ. ഇങ്ങനെ നമുക്ക് അരച്ച് കൊണ്ടുവന്നിട്ട് ദോശൻ്റെ കൂടെ കഴിച്ചാൽ മതി. ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത്രയുള്ള കേട്ടോ. കണ്ട, ദോശയുടെ കൂടെയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.